ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കാസർഗോഡ് ഡാൻസിന് പോവാണ്. എല്ലാവരും ഉണ്ട് ഗൈസ്, എല്ലാവരും ഉണ്ട്. ആദ്യമായിട്ട് വന്ന് ട്രെയിന് നേരത്തെ ഇവിടെ വന്നിട്ട് നിൽക്കുന്നു. ഇല്ലെങ്കിൽ എപ്പോഴും ചാടി കയറുന്നതാണ്. ഇവിടെ അടുത്തായതുകൊണ്ടില്ല അഹങ്കാരത്തിലാണ് ഇത്രയും ലേറ്റ് ആയത്. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയി. അതാണ് ഇന്ത്യൻ റെയിൽവേ പിന്നെ എപ്പോഴും സമയത്ത് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും ഉണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ കാണാം. ഒരേ പോയേ നമുക്ക് പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം പ്ലാസ്റ്റിക് പൂവല്ലേ? ഇതെല്ലാം പ്ലാസ്റ്റിക്കാ. പൂവെല്ലാം ഫ്രിഡ്ജിൽ ചൂടല്ലേ? യെസ്. കാസർഗോഡ് സൈഡെല്ലാം പൂവിന് നല്ല വിലക്കുറവായിരിക്കും. അവരെല്ലാം ഒരുപാട് പൂവെല്ലാം യൂസ് ചെയ്യുന്നതല്ലേ. വെറുതെ ഒന്ന് ടൗണിൽ പോകാൻ വേണ്ടിയിട്ട്, അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടെല്ലാം അവരിങ്ങനെ വെച്ചിട്ടാണ്. പൂവിന്റെ കളർ എന്താ അങ്ങനെ? അല്ല, പച്ച കളറ്. ഫ്രഷ് കളർ ആയതുകൊണ്ടാവോലും ഫ്രഷ് ആയതുകൊണ്ടാവോലും പച്ച കളർ പൂവിന്. പരിപാടിക്ക് ഒരുപാട് പൂവ് ആവശ്യമുണ്ട്. പൂ ഇങ്ങനെ എടുത്തിട്ട് എറിയേണ്ട കുറെ പരിപാടി സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം എല്ലാ പരിപാടിക്കും പൂ വാങ്ങിക്കുന്നതും നിർബന്ധമാണ്. അതുകൊണ്ടാണ് പൂ. ഇതാണ് ഗൈസ് നമ്മൾ കളിക്കാൻ പോകുന്ന അമ്പലം. അമ്പലത്തിൻ്റെ നെല്ലിയില്ലേ കാണാൻ? ഞാൻ ശരിക്കും കാണിച്ചു തരാം. പിന്നെ ഇതാണ് സ്റ്റേജ്. അവിടെ അവരെല്ലാരും മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഉലാത്തുന്നു. വെറുതെ ഇങ്ങനെ നടക്കുന്നു. വെറുതെ നടന്നല്ല, എൻ്റെ ഒരു ഏച്ചി ഉണ്ട്, പറശ്ശേച്ചി. ആ ഏച്ചീൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ അടുത്ത കാര്യങ്ങളൊന്നും എടുക്കാത്തത് പ്രൈവസി മാറ്റേഴ്സ്, സോ അതൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരെ കീഴൂരേക്ക് പോകുന്നു. അന്തവേ ഈ സ്നാക്കിൻ്റെ പേരറിയുന്നവർ കമന്റ് ബിലോ. എനിക്കറിയില്ല. ഇതിന് ഈ നാട്ടില് ബെൻസ് എന്നാ പോലും വിളിക്കില്ല. എനിക്ക് മോഹൻലാലിന്റെ തുടരൂലത്തെ ബെൻസിന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോ. യെസ്, ടേസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം. കാര്യം പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല. ഒരു ടേസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ട് പറയേണ്ടൊന്നുമില്ല. ആയിരിക്കും. സ്ലോ മോഷനിൽ തിന്നേ. ഓ അങ്ങനെ ഫോട്ടോ അല്ല, വീഡിയോ. അങ്ങനെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. ആ ടൈമാണ്. ഞങ്ങൾ റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ അമ്പലം. ആ അമ്പലത്തിൽ കലവറ നിറയ്ക്കൽ കയറാണ്. ലജേഷ് ഏട്ടനും ബാക്കി 2 പേരും, അതായത് അമ്മുവും
തൂത്തിയും വന്നിട്ടില്ല ചായ കുടിക്കാൻ വേണ്ടി. അവർ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ വന്ന് ആസ് യൂഷ്വൽ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് മേക്കപ്പ് ചെയ്യാനിരുന്നു. പിന്നെ ഞാൻ എല്ലാവർക്കും മുടി കെട്ടി കൊടുക്കലും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു മരത്തിൻ്റെ ഭംഗി കാണുന്നത്. അമ്പലത്തിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ ഒരു മരത്തിൻ്റെ ചില്ലയെല്ലാം വരുന്നത്. ഭയങ്കര അടിപൊളിയാട്ടോ. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിത് ചെയ്യുന്നത് കടപ്പുറത്തെ അടുത്തായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത്. അപ്പോൾ പ്രകൃതി ഭംഗി ഭയങ്കര രസമാട്ടോ. വൈകുന്നേരം ഈ പക്ഷികളും അതേപോലെ കുറേ വലിയ വലിയ മരങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫൈനലി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അവിടെ സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ്, അതുകൊണ്ടാണ് സൗണ്ട്. അയ്യപ്പൻ ഇതുവരെ റെഡി ആയിട്ടില്ല. സത്യം പറഞ്ഞാൽ എത്രയോ വർഷത്തിന് ശേഷമായിരിക്കും ഞങ്ങൾ എല്ലാവരും മേക്കപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂറാണ് അവിടുത്തെ സാംസ്കാരിക സമ്മേളനം ഉണ്ടായത്. ഞങ്ങളെല്ലാവരും ഫിസിക്കലി ഭയങ്കര ടയേർഡായിപ്പോയി. കാരണം കുറച്ച് പേര് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, കുറച്ച് പേര് ചായ കുടിച്ചിട്ടില്ല. ആ ഒരു സംഭവങ്ങളെല്ലാം ആയിട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കരിക്ക് കിട്ടിയതിന് എന്തിനാ ഇത്ര എക്സൈറ്റ്മെൻറ്റ് എന്നല്ലേ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റേജ് കിട്ടിയത് 10 മണിക്കാട്ടോ. പക്ഷേ സാംസ്കാരിക സമ്മേളനം തുടങ്ങാൻ വേണ്ടി ലേറ്റായി. പിന്നെ അതൊരു 3 മണിക്കൂറത്തേക്ക് നീണ്ടു നിന്നപ്പം ഞങ്ങൾ ഭയങ്കര ടയേർഡായി. തലയിൽ ഭയങ്കര ഓർണമെൻറ്റ്സും കാര്യങ്ങളും പിന്നെ എല്ലാം കൊണ്ട് ഹെവി ആണല്ലോ. അപ്പം ഞങ്ങൾ ഭയങ്കര ടയേർഡായി. ചിലവർ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ചിലവർ ചായ കുടിച്ചിട്ടില്ല. അപ്പം അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ഭയങ്കര ടയേർഡായി. അപ്പോൾ കരിക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ആശ്വാസമായി. സംഭവം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാറില്ല. കഴിച്ചു കഴിഞ്ഞാൽ വൊമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുന്നതുകൊണ്ട് കരിക്ക് കിട്ടിയപ്പം ഭയങ്കര ആശ്വാസമായി. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു കരിക്കിൽ ഇത്രയും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുമെന്ന് ഞങ്ങൾ അന്നേരമാണ് മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആ ഒരു സാധനം കിട്ടിയപ്പം ഭയങ്കര എനർജിയും കിട്ടി. അതിന് ശേഷം ഞങ്ങൾ നേരെ സ്റ്റേജിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് തകൃതിയായിട്ട് കഴിഞ്ഞു. എനിക്ക് എടുത്തു പറയാനുള്ളത് അവിടുത്തെ നാട്ടുകാരാണ്. എന്താ പറയാന്നറിയില്ല, ചെറിയ മക്കൾ തൊട്ട് വയസ്സായവരും എന്തിനു പറയണം, യങ്സ്റ്റേഴ്സ് വരെ 1 മണിക്കൂർ അനങ്ങാണ്ട് ഞങ്ങൾ പ്രോഗ്രാം കണ്ടിട്ടിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് പ്രഷ്യസ് മൊമെൻറ്റ്സ് ആണ് അതൊക്കെ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. കമ്മിറ്റിക്കാരായാലും എല്ലാവരും അടുത്ത് വന്ന് ഭയങ്കര കോംപ്ലിമെൻ്റ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ നേരെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞപാട് അവിടെ ഗാനമേള ഉണ്ടായിരുന്നു, നാട്ടിലെ പിള്ളേരെ കുറച്ച് ഗാനമേള. അപ്പോൾ ഞങ്ങൾ അതിന് ഒത്ത് ഡാൻസ് കളിച്ചു. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇരുന്നിട്ട് തന്നെ ഡാൻസ് കളിച്ചു. ആൻഡ് ഇറ്റ് വാസ് സോ അടിപൊളി. ഹലോ ഗൈസ്, നമ്മളിപ്പോ 3 മണി ഇപ്പൊ സമയം 3 മണി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. പണിയെല്ലാം കഴിഞ്ഞെന്ന് പറയുന്നത്, ഡാൻസ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആൻഡ് യു നോ വാട്ട്, 5 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ. ഇനി 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ വി തോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാം. സോ എന്താണ് ഗെയിം? Dumsharad. Okay. Let's see that. 3 വേർഡ്. മലയാള, പഴയ സിനിമ, മണ്ണ്, സമയം, കൈ, തേപ്പ്, കൈ, അടിച്ചു കേവിന്റെ പ്രശ്നമാണ്. പിന്നെ ഗന്ധർവനെ കണ്ടാലും
സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിന്നത്. കുക്കുവേച്ചിൻ്റെ വാവനെയൊന്നും കൂട്ടാതെയാണ് വന്നത്. അപ്പം ഞങ്ങൾ പിന്നെ വിചാരിച്ചു പാവം ചെറുതാണല്ലോ, അപ്പോൾ അതിനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരെ 5 മണീൻ്റെ ട്രെയിനിന് നാട്ടിലേക്ക് വരാനാണ് പ്ലാൻ ചെയ്തത്. ഐ തിങ്ക് ആ പ്ലാൻ ചെയ്തത് ഏറ്റവും നല്ലതായി എന്ന് തോന്നുന്നു. ഒരുപാട് അടിപൊളി മൊമെൻറ്റ്സാണ് ഉണ്ടായത്. ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിനെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ ഇത്രയും ഗെയിംസൊക്കെ കളിച്ച് അവിടെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും റെസ്റ്റ് ചെയ്യും, ഉറങ്ങും, പിന്നെ ഓരോരോ മൂലമൊക്കെ ഓരോരാളാണ് ഉണ്ടാവൽ. പക്ഷേ എന്താ പറയുക, ഈ ഒരു ജേണി, ഈ ഒരു ഡാൻസ് ട്രിപ്പ്, ഇറ്റ് വാസ് ലൈക്ക് സോ മെമ്മറബിൾ. 8-9 വർഷമായിട്ടും ഞങ്ങൾ ഈ ഒരു ട്രൂപ്പ് തുടങ്ങിയിട്ട്, പക്ഷെ എന്നിട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും കോപ്പറേഷനും. എല്ലാവരും ഞങ്ങൾ 11 പേരാണ് ഈ ഒരു ട്രിപ്പിന് പോയത്. ആൻഡ് 11 പേരും ഒരേ രീതിയിലാണ് ഈ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു സംഭവം ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ ഞാനുണ്ട്, ഓക്കെ നമുക്ക് ചെയ്യാം എന്നൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് നമുക്ക് ഒരു മെമ്മറബിൾ ഡേ ആവണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ മെമ്മറബിൾ. ഇത്രയും പേര് ഒരുമിച്ച് ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ ഇതുവരെ ഒരു ഡാൻസ് ട്രിപ്പിന് പോയിട്ടില്ല. ആൻഡ് ഭയങ്കര രസമായിരുന്നു. എസ്പെഷ്യലി ഈ മുതൽ ചിരിച്ച് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ആ ഒരു ഡേ ഫുൾ പവറാക്കി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു മുതലില്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് ഭയങ്കര ബോറായിട്ടുണ്ടാവും. താങ്ക് യു അഭിലാഷ് ചേട്ടാ ഫോർ ബീയിങ് വിത്ത് അസ്. അഭിലാഷ് ചേട്ടൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഞങ്ങളുടെ ഡിയർ വൺസ് ആണ്. ആൻഡ് ഇറ്റ് വാസ് സോ മെമ്മറബിൾ. പിന്നെ ഞങ്ങൾ ട്രെയിൻ വന്നു, നാട്ടിലേക്ക് പോയി. കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്തത് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തിൻ്റെ സീക്വൻസസ് ഒന്നും കാണിച്ചിട്ടില്ല. അവിടുന്ന് ഡംഷറാഡ്സ് കളിച്ചു, പിന്നെ നേരെ വീട്ടിലേക്ക് പോയി, ട്രെയിൻ വന്ന് വീട്ടിലേക്ക് പോയി, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പോകാൻ പോയ സെയിം സ്ഥലത്താണ് പോകുന്നത്. അവിടെ 20 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒറ്റക്കോലാണ്. അപ്പം ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങളെ തറവാടാണ്. അമ്മേൻ്റെ അച്ഛൻ, എൻ്റെ അച്ചാച്ചൻ്റെ തറവാടാണ്. സോ ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട്, എൻ്റെ ഒരു 22 കൊല്ലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. ഇന്നലെ പരിപാടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഇന്ന് ഒറ്റക്കൊല്ലം കാണാൻ വേണ്ടി പോവാണ്. കൂടെ കുറച്ച് അമ്മേൻ്റെ ഏച്ചിയും പിന്നെ അനിയനും ഉണ്ട്, അവരെ മോനും ഉണ്ട്. അപ്പം ട്രെയിനിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും തെയ്യും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. ഒറ്റക്കാലം തുള്ളുന്നത് കണ്ടു, ഒരു 4-5 റൗണ്ട് തുള്ളുന്നത് കണ്ടു. പിന്നെ ഇത് നിർത്തിയിട്ടുണ്ട് തലകളിലായിട്ട്. അത് കഷ്ടപ്പെട്ട് വന്നതെല്ലാം വേസ്റ്റ് ആവും. അങ്ങനെ തെയ്യം കനലിൽ ചാടി. പിന്നെ ഇനിയുള്ളത് തെയ്യത്തിനെ തൊഴാന്നാണ്. പിന്നെ അവിടെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രൊജക്ടറിൽ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അപ്പം തന്നെ നേരം വെളുത്തു കേട്ടോ. ഇതാണ് എൻ്റെ അമ്മേൻ്റെ ഏച്ചി, അതായത് ഇത് ഒന്നാമത്തെ ഏച്ചി, രണ്ടാമത്തെ ഏച്ചി, പിന്നെ അമ്മ. ഇത് അവരുടെ മോള് ശ്രീലക്ഷ്മി, എൻ്റെ കസിൻ.
ഇത് അച്ചാച്ചൻ്റെ പെങ്ങള് സരസലാമ. ഇവരെ നാട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗായ്സ് ചിരിക്കേ. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല. യൂട്യൂബ് ചാനല് കാണും നല്ലല്ലേ? ഫേമസ് ആവും. അമ്മ ഞങ്ങളെ ഫേമസ് ആക്കിയില്ല അനൗൺസ് ചെയ്ത്. പിന്നെ തെയ്യത്തിനെ തൊഴാൻ വേണ്ടി ഞങ്ങൾ നിന്നു. തെയ്യം ഒരുപാട് കാര്യങ്ങൾ പറയൂലെങ്കിലും തെയ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കുറി വാങ്ങിച്ച് അനുഗ്രഹം വാങ്ങിക്കുന്നത് അത് വേറെ തന്നെ ഒരു ഫീലാട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു നാട്ടിലേക്ക് വരുന്നത്. ട്രെയിനിലേ പോകുമ്പോൾ കളനാട് എത്തുമ്പോൾ അച്ഛൻ്റെ നാടാണ് എന്ന് പറയുന്നതല്ലാതെ ആദ്യമായിട്ടാണ് ഈ നാടും ഈ ഒരു നാട്ടുകാരെയും പിന്നെ അമ്പലമൊക്കെ കാണാൻ വേണ്ടി സാധിച്ചത്. ഭയങ്കര സന്തോഷം. വിഷമം എന്താ വെച്ചാൽ അച്ഛനെ കൂട്ടാൻ പറ്റാത്തതാണ്. തെയ്യത്തിന് തൊഴുതു, നല്ല ഹാപ്പിയായി. ആൻഡ് ഈ അമ്പലത്തിൻ്റെ നേരെ ബാക്കിൽ ബീച്ചാണ്. നല്ലൊരു പോസിറ്റീവ് വൈബായിട്ടുള്ള ഒരു സ്ഥലം. ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഭക്ഷണശാലയിലായില്ല. അമ്മ ഇവിടെ ഉപ്മാവ് രാവിലെ കൊടുക്കുന്നുണ്ട്. സോ അമ്മ ഉപ്മാവ് കഴിക്കുന്നുണ്ട്. ഞാൻ ഉപ്മാവ് കഴിക്കലില്ല. സോ ഞാനത് കഴിച്ചിട്ടില്ല. അങ്ങനെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നല്ലൊരു ഉറക്കെല്ലാം പാസ്സാക്കിയിട്ട് ഞാനിതാ വീട്ടിലേക്ക് പോവാന്ന്. കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. നല്ലൊരു ട്രിപ്പ് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ 20 വർഷങ്ങൾക്ക് ശേഷമുള്ളതല്ലേ, അപ്പോൾ പോവാണ്ടിരിക്കുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞപ്പോൾ അമ്മേൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ വന്നു. അങ്ങനെ അമ്മ വല്യമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു. വല്യമ്മ അന്ന് പോയതേ ഇല്ല, രാത്രി പോയതേ ഇല്ല. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ വല്യമ്മ പറഞ്ഞു ആ പോവാന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് ട്രിപ്പിന് പോയതാണ്. ട്രിപ്പിനല്ല, തെയ്യത്തിന് പോയതാണ്. അപ്പം ഇപ്പം വീട്ടിലേക്ക് പോകുന്നു. നല്ല ഒരു ഉറക്ക്, ഒരു പവർ നാപ്പ് എന്ന് പറയാം, അതെടുത്തു. അടിപൊളിയായി. എൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള ഉറക്കും കൂടി കഴിയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ